ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഒരു ഹൈ എൻഡ് ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് പി സി ആണ്. ഒരു 4K ലെവലിലൊക്കെ നമുക്ക് ഗെയിമിങ്ങും എഡിറ്റിങ്ങും സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പി സി ആണ്. അപ്പോൾ ഈ ഒരു പി സിയുടെ ബഡ്ജറ്റ് വരുന്നത് അറൗണ്ട് ഒരു 90K ആണ്. അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ളൊരു പി സി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതിനകത്ത് മോണിറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, വെറും പി സി ബിൽഡ് മാത്രമാണ് 90K ബഡ്ജറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ എല്ലാ റെക്കമെൻഡ് ആയിട്ടുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പി സി ബിൽഡിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സ് എന്നൊക്കെയാണ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പി സി ബിൽഡിൽ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ AMDയുടെ Ryzen 7 3700X എന്ന് പറയുന്ന 8 കോർ CPU ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 8 കോറും 16 ത്രെഡുമാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഹൈ എൻഡ് ലെവലിൽ വരുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതിൻ്റെ ബേസ് ക്ലോക്ക് നോക്കുകയാണെങ്കിൽ 3.6 GHz, ടെർബോ നോക്കുകയാണെങ്കിൽ 4.40 GHz ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡ് ഗ്രാഫിക്സോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കില്ല ഈ ഒരു പ്രൊസസ്സറിനകത്ത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേക്ക് വേണ്ടി എന്തായാലും ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു 8 കോർ CPU ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റോക്ക് കൂളർ യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് കൂളർ കൂടി ആഡ് ചെയ്യുന്നതാണ്. ഹെവി ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പ്രൊസസ്സർ യാതൊരു രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂസും കാണുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൊസസ്സറിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും ലിക്വിഡ് കൂളർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും. ഒരു 240mm അല്ലെങ്കിൽ ഒരു 360mm ലിക്വിഡ് കൂളർ ആഡ് ചെയ്യുന്നതാണ്. 240mm ലിക്വിഡ് കൂളർ ആകുമ്പോൾ ഒരു ബഡ്ജറ്റ് ഓപ്ഷനിൽ കിട്ടുന്നതായിരിക്കും. ഡീപ് കൂളിൻ്റെയോ അല്ലെങ്കിൽ കൂളർ മാസ്റ്ററിൻ്റെ ഒക്കെ ലിക്വിഡ് കൂളർ ആ ഒരു ബഡ്ജറ്റ് ഓപ്ഷനിൽ ഈ പി സിക്കകത്ത് ആഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അടുത്ത് നമ്മളോട് യൂസ് ചെയ്യുമ്പോൾ മദർ ബോർഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഗിഗാബൈറ്റിൻ്റെയും MSIയുടെയും. അപ്പോൾ ഗിഗാബൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ B550 DS3H AC വൈഫൈ മദർ ബോർഡാണ് നോക്കുന്നത്. ഇതിനകത്ത് 4 RAM സ്ലോട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻബിൽഡ് വൈഫൈ വരുന്നുണ്ട്, 2 NVMe സ്ലോട്ട് വരുന്നുണ്ട്, പിന്നെ RGB ഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ MSIയുടെ മദർ ബോർഡിൻ്റെ കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടിലും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ചോയ്സിന് നിങ്ങൾ ചൂസ് ചെയ്യുക. MSI വേണമെങ്കിൽ MSI എടുക്കുക, അല്ലെങ്കിൽ ഗിഗാബൈറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഗിഗാബൈറ്റ് എടുക്കുക. അപ്പോൾ രണ്ടിൻ്റെയും ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അടുത്ത് നമ്മൾ ഈ ഒരു പി സി ബിൽഡിൽ ചൂസ് ചെയ്യുന്ന റാം നോക്കുകയാണെങ്കിൽ AMD XPG ഗ്യാമിക്സിൻ്റെ റാമാണ്. 16 GBയുടെ 3200 MHz റാമാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ സ്റ്റിക്ക് എടുത്തേക്കുന്നത്. ഡുവൽ സ്റ്റിക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 200 to 300 പ്രൈസ് വേരിയേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ 16 GB എടുക്കുക. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 16 GBയുടെ സ്റ്റിക്ക് കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മളുടെ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കിങ്സ്റ്റണിൻ്റെ 1 TBയുടെ NVMe ആണ്. അപ്പോൾ ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 2100 1700 MB ആണ്. അത്യാവശ്യം നല്ല സ്പീഡുള്ള ഒരു NVMe തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ വേറെ ഹാർഡ് ഡിസ്കോ കാര്യങ്ങളൊന്നും ചൂസ് ചെയ്യുന്നില്ല. കാര്യം ഹാർഡ് ഡിസ്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പി സി കുറച്ച് സ്ലോ ആവുന്നതായിരിക്കും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് 1 TBയുടെ NVMe ഇപ്പോൾ എടുത്തിട്ട് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഒരു NVMe 1 TBയുടെ അല്ലെങ്കിൽ ഒരു 2 TBയുടെ NVMe കൂടി നമുക്ക് ആഡ് ചെയ്യാൻ ഒരു സ്ലോട്ട് അതിനകത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ SSD ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ SSD ആഡ് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയ ഓപ്ഷൻ. അടുത്തോടെ ചൂസ് ചെയ്യുന്ന പവർ സപ്ലൈ നോക്കുകയാണെങ്കിൽ 650 വാട്ടിൻ്റെ ഡീപ്പ് കൂളിൻ്റെ 80+ പവർ സപ്ലൈ ആണ്. അപ്പോൾ നമ്മളിവിടെ ഹൈ എൻഡ് ലെവലുള്ള ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 650 വാട്ടിൻ്റെ പവർ സപ്ലൈ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലും ഈ ഒരു പവർ സപ്ലൈ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ തന്നെ നമുക്കൊരു RTX 3060 3060 Ti വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന കേസ് നോക്കുകയാണെങ്കിൽ പൊതുവേ നമ്മൾ RGB കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കില്ല ബിൽഡിൽ. പക്ഷേ ഈ ഒരു ബിൽഡിൽ അത്യാവശ്യം ഒരു 4000 അല്ലെങ്കിൽ ഒരു 5000 ആ ഒരു റേഞ്ചിൽ വരുന്ന ക്യാബിനറ്റാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. GameDSൻ്റെ കുറച്ച് ക്യാബിനറ്റ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് RGB ഫാൻ വരുന്നതൊക്കെ ക്യാബിനറ്റിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന, അതായത് 4000 to 5000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ക്യാബിനറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബഡ്ജറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അടുത്ത മെയിൻലി ഈ ഒരു പി സിയിൽ നമ്മൾ എഡിറ്റിങ്ങിനും സ്ട്രീമിങ്ങിനും യൂസ് ചെയ്യുന്ന കാര്യമാണ് ഗ്രാഫിക്സ് കാർഡ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് Inno3Dയുടെ RTX 3050 8GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് കളർഫുള്ളിൻ്റെ അല്ലെങ്കിൽ Inno3Dയുടെ ഒക്കെ ചില ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഒരു 31 to 32 ആ ഒരു റേഞ്ചിൽ കിട്ടുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് RTX 3060 കളർഫുള്ളിൻ്റെ ഗ്രാഫിക്സ് കാർഡ് ചിലപ്പോൾ ചില ഷോപ്പുകളിൽ ഒരു 38K ആ ഒരു ബഡ്ജറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കളർഫുള്ളിൻ്റെ അല്ലെങ്കിൽ Inno3Dയുടെ ഡുവൽ ഫാൻ എഡിഷൻ ചില ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഒരു അറൗണ്ട് ഒരു 30K ബഡ്ജറ്റിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ് ഈ ഒരു പി സി ബിൽഡിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അതല്ല അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഹൈ എൻഡ് ഗ്രാഫിക്സ് കാർഡൊക്കെ എടുക്കാതിരിക്കുന്നതാണ്. 3050 വരെ മാക്സിമം എടുക്കുന്നതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. കാര്യം ഫ്യൂച്ചറിൽ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു 650 വാട്ടിൻ്റെ പവർ സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ പവർ സപ്ലൈ ചേഞ്ച് ചെയ്യാതെ തന്നെ RTX 3060 Ti വരെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ
അത്യാവശ്യം നമുക്ക് ഹൈ എൻഡ് ലെവലിൽ ഗെയിമിങ്ങും സ്ട്രീമിങ്ങും എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു പി സിയാണ്. കാര്യം ഒരു 8 കോർ CPU ആണ്. അതുപോലെ തന്നെ ഹൈ എൻഡ് ഗ്രാഫിക്സ് കാർഡാണ് ഈ ഒരു PC ബിൽഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.